ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങളിലേക്ക് പാസ് ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു ഡേറ്റ് ഇതാ നമ്മളെ കയ്യിലേക്ക് കിട്ടിയിരിക്കുകയാണ്. അതായത് നമ്മളെ റിസൾട്ടിന്റെ ഡേറ്റ് തന്നെയാണ്. അപ്പോൾ 2024 മാർച്ചിൽ നടന്ന +2 എക്സാമിന്റെ റിസൾട്ട് ഡേറ്റ് ആണ് ഇപ്പോൾ ഗവൺമെന്റ് അനൗൺസ് ചെയ്തത്. അതായത് മെയ് 9-ാം തീയതിയാണ് നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഇനി വെറും 9 ദിവസം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവരും ഹാപ്പി ആണ് എന്ന് വിചാരിക്കുന്നു. ആരും ഒരു ടെൻഷനും വേണ്ട. റിസൾട്ട് ഡേറ്റ് വന്ന് ടെൻഷൻ അടിക്കുന്നവരൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ എന്താണ്, ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാവും, കുറച്ചും കൂടെ നന്നായി എഴുതായിരുന്നു അല്ലെ. അപ്പൊ അതൊന്നും ഇനി വേണ്ട. നമ്മൾ നന്നായിട്ട് പരിശ്രമിച്ചതാണ്, നന്നായിട്ട് എഴുതിയതാണ്. ഇനി അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട, ടെൻഷനും വേണ്ട കേട്ടോ. അപ്പൊ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മള് എക്സാം നടന്നത് മാർച്ച് 1 മുതൽ 26 വരെ ആയിരുന്നു അല്ലെ. ഇനി എങ്ങനെയാണ് നോക്കുക എന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ. അപ്പൊ പേപ്പർ വാല്യുവേഷൻ, അതായത് നിങ്ങളുടെ പേപ്പർ മൂല്യനിർണ്ണയം ചെയ്യാൻ തുടങ്ങിയത് എന്നാണ് ഏപ്രിൽ 3-നാണ്. പെട്ടെന്ന് തന്നെ അവസാനിക്കുകയും ചെയ്തു അല്ലെ. അപ്പൊ ഇനി റിസൾട്ടിന്റെ ഡേറ്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ എവിടെയാണ് നിങ്ങൾ റിസൾട്ട് നോക്കേണ്ടത്, ഏതാണ് വെബ്സൈറ്റ്, അതെന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഓക്കെ, കേരള റിസൾട്ട്സ് NIC.in ആണ്. ഓക്കെ, സൈറ്റ് വേറൊരു സൈറ്റും കൂടെ ഉണ്ട്. അതായത് DHSCയുടെ സൈറ്റ് ആണ് കേട്ടോ. അത് രണ്ടും ഇവിടെ കൊടുക്കാം. ഇനിയും ലിങ്ക്സ് വരും, അതെന്തായാലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ആപ്പും ഉണ്ട്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ഇയറൊക്കെ ആപ്പിലൂടെ നോക്കിയവർക്കൊക്കെ പെട്ടെന്നൊക്കെ റിസൾട്ട് കിട്ടിയിരുന്നു. ഇതിങ്ങനെ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് റഷായിട്ട് സൈറ്റ് എല്ലാം ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കുറേ ലിങ്ക്സ് കൊടുക്കുന്നത് കേട്ടോ. അതിൽ ചിലതും വർക്ക് ചെയ്യാറില്ല, അങ്ങനെയുണ്ട്. അപ്പൊ അത് നോക്കണം. പിന്നെ എങ്ങനെയാണ് സ്റ്റെപ്സ് ആണ് ഇവിടെ പറയുന്നത്. DHSC റിസൾട്ട്സ് 2024 ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് പ്രധാനമായിട്ട് വേണ്ടതാണ് നമ്മുടെ രജിസ്റ്റർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്. ഓക്കെ, അറിയാത്തവർക്കായിട്ടാണ് പറയുന്നത് കേട്ടോ. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. റിസൾട്ട് സൈറ്റ് ബ്ലോക്ക് ആണെങ്കിൽ കാണിക്കില്ല. അത് കണ്ടിട്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ബാക്ക് അടിക്കുക, റിഫ്രഷ് ചെയ്യുക, ഇങ്ങനെ ഒന്നും കൂടെ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് റിസൾട്ട് നോക്കേണ്ടത്. നമ്മൾ സൈറ്റിന്റെ കൂടുതൽ അപ്ഡേഷൻസ് ഒക്കെ എന്തായാലും ചാനലിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടെ ക്ലിയർ ചെയ്യട്ടെ. നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ ഒരു വീഡിയോ എന്തായാലും റിസൾട്ടിന്റെ മുന്നേ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ചെറിയൊരു ബിസി ആയിരുന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞു. എന്തായാലും നമ്മൾ വീണ്ടും ഉഷാറായിട്ട് വരുന്നതാണ്. അപ്പൊ എല്ലാവരും, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും, ആരും ഒരു ടെൻഷനും വേണ്ട. സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവരും കേട്ടോ, ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. കുറെ നാളായി നിങ്ങളോടൊന്ന് സംസാരിച്ചിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു കേട്ടോ.